ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനിമാരെ, ആദരണീയരായ ആചാര്യ ശ്രേഷ്ഠരെ, അനുഗ്രഹീതരായ പ്രിയ ദൈവമക്കളെ, എല്ലാവർക്കും എന്നെന്നും ജീവിക്കുന്നവനായ യേശുനാഥൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനവുകൾ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. 129ാമത് മരാമൺ കൺവെൻഷൻ്റെ യുവവേദിയിൽ ആദ്യമായി വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവസരമൊരുക്കിയ അഭിവന്യ തിരുമേനിമാരോടും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരോടും ഇതിൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭാരവാഹികളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അറിവും കഴിവും പ്രാപ്തിയും പ്രാഗൽഭ്യവുമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഉറപ്പാണ് ഞാൻ ഈ വേദിയിൽ ഉണ്ടാവില്ല. ഈ അനുഗ്രഹീത സഭയിലെ അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും ആത്മാർത്ഥമായ ഒരു സ്നേഹം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ആദ്യമേ തന്നെ ശിരസ് നമിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുക്കം ചില ചിന്തകൾ മാത്രം പങ്കുവെച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു പ്രസംഗം കേൾക്കാനുള്ള പ്രതീക്ഷയോടെ ആരും ഈ വചനകൂടാരത്തിൽ ആയിരിക്കരുത് എന്ന ഒരു ചെറിയ ആഗ്രഹം എനിക്കുണ്ട്. പ്രസംഗം കേൾക്കാനുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രസംഗത്തിന് വിധി നിർണയിക്കും. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. വചനം കേൾക്കാനുള്ള വാഞ്ചയോടെയാണ് ഇരിക്കുന്നതെങ്കിൽ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തും. ഉറപ്പായി അത് അനുഗ്രഹത്തിന് കാരണമാവും. വിധികർത്താക്കളായിട്ടല്ല വചനകൂടാരത്തിലേക്ക് ദൈവം നമ്മളെ ആരെയും വിളിച്ചിരിക്കുന്നു. പിന്നെയോ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതത്തെ വിലയിരുത്താനുള്ള ദൈവവിളിയാണ്. നമ്മുടെ ശരീരത്തിൽ വായും മൂക്കും തമ്മിൽ എത്ര അടുത്താണല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ മൂക്ക് സ്വന്തം വായുടെ നാറ്റം പറഞ്ഞു തന്നിട്ടുണ്ടോ? അതാര് പറയണം? നാട്ടുകാർ മുഖം ചുളിച്ച് കാണിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. വായും മൂക്കും വളരെ അടുത്താണ് ശരീരത്തിൽ ഇരിക്കുന്നതെങ്കിലും സ്വന്തം വായുടെ നാറ്റം ഒരാളുടെയും മൂക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. മുഖപക്ഷമില്ലാത്ത മുഖക്കണ്ണാടി പോലെ സ്വന്തം ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും ബോധ്യം നൽകുക ദൈവത്തിൻ്റെ തിരുവചനാണ്. ആ വചനത്തിൻ്റെ മുന്നിലാണ് ഈ യുവവേദിയിൽ ദൈവമക്കളായ നമ്മൾ ഒരുമിച്ച്, പ്രത്യേകിച്ച് യുവജനങ്ങൾ ഈ വചനത്തിന് കാതോർക്കുന്നത്. ഏറ്റവും അനുഗ്രഹകരമായി പ്രാർത്ഥനയോടെ വചനത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ഒരു നിമിഷം തലകളെ നമിച്ച് കണ്ണുകളെ അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ,
മനോഹരമായ ഈ നല്ല സമയം നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾ നിൻ്റെ വചനത്തിന് കാതോർക്കുവാൻ തക്കവണ്ണം വലിയ വാഞ്ചയോടെ അടുത്തു വന്നിരിക്കുന്നു. ദൈവമേ, വചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെടുവാൻ തക്കവണ്ണം പാകപ്പെട്ട നിലങ്ങളായി ഞങ്ങളുടെ ഹൃദയവയലുകളെ പരിവർത്തനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴയും മഹാപാപിയുമായ അടിയനെയും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ ഒരു ശിഷ്യൻ ഒരു സെൻ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ ഗുരുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. അല്ലയോ ഗുരുശ്രേഷ്ഠ, എനിക്ക് സെൻ സ്വന്തമാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങേക്ക് അതിനുള്ള മാർഗം എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ശാന്തനും വളരെ സൗമ്യനുമായ ഗുരുശ്രേഷ്ഠൻ മനോഹരമായൊന്ന് പുഞ്ചിരിച്ചിട്ട് ആ ശിഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മകനെ, സെൻ സ്വന്തമാക്കാൻ വേണ്ടി നീ വല്ലാതെ പാടുപെടേണ്ടെന്ന കാര്യമില്ല. അത് തേടി അലയേണ്ടെന്ന ആവശ്യമില്ല. അത് നിൻ്റെ അകത്ത് തന്നെ ഉള്ള കാര്യമാണ്. ഗുരുവിൻ്റെ മറുപടിയിൽ അല്പം പോലെ തൃപ്തനാകാത്ത ആ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, സെൻ എൻ്റെ അകത്തുണ്ട്, അത് തേടി അലയേണ്ട ആവശ്യമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇത് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അതിനുള്ളൊരു വഴിയാണ് എനിക്കാവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നിൻ്റെ അകത്തുള്ള സെൻ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് നിൻ്റെ അഹം കൊണ്ട് മാത്രമാണ്. അഹംഭാവം അഥവാ ഞാൻ എന്ന ഭാവം കൊണ്ടാണ്. ശിഷ്യൻ്റെ മുഖത്തിത്തിരി പുഞ്ചിരിയൊക്കെ വിടർന്നു. അവൻ അത്ഭുതത്തോടെ ആകാംക്ഷയോടുകൂടെ ഗുരുവിനോട് അടുത്തൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അഹമില്ലാതായാൽ എനിക്ക് സെൻ സ്വന്താക്കാൻ സാധിക്കുമോ? ഗുരു ഇത്തിരി നേരം മൗനം പൂണ്ടിട്ട് ശിഷ്യനോട് പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയമായ കാര്യം. ഒരു ശിഷ്യനോട് പറയുകയാണ്, അഹമില്ലാതായാൽ പിന്നെ ആർക്ക് വേണടോ ഈ സെൻ ഒക്കെ? അഹമില്ലാതായാൽ പിന്നെ ആർക്ക് വേണടോ ഈ സെൻ? സ്നേഹമുള്ളവരെ, മതബഹുലതയുടെ പശ്ചാത്തലത്തിലെ ക്രൈസ്തവ സാക്ഷ്യം എന്ന അനുഗ്രഹീതമായ വിഷയത്തെക്കുറിച്ച് ഈ മരാമൺ കൺവെൻഷൻ്റെ യുവവേദിയിൽ യുവജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ആഴത്തിൽ ചിന്തിക്കാൻ, ആത്മീയമായ വിചിന്തനം നടത്താനായിട്ട് എന്നെയും നിങ്ങളെയും ഏറെ സഹായിക്കുന്നതാണ് ഈ സെൻ കഥയും ആ കഥയിലെ ഗുരുവിൻ്റെ ചോദ്യം. അല്ലേ? രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാ? സെൻ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതിൻ്റെ അടിസ്ഥാനം ആ മനുഷ്യൻ്റെ അകത്തുള്ള അഹംഭാവമാണ് പോലും. ഇനി ഈ അഹംഭാവം ഇല്ലാതായ പിന്നെ ആർക്കാണ് ഈ സെൻ?
എന്തിനാണ് ഞാനും നിങ്ങളും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത്? എന്തിനാണ് ഒരു പരിശുദ്ധ സഭയുടെ അംഗങ്ങളായി ജീവിക്കുന്നത് എന്ന് ആത്മശോധന നടത്തേണ്ടുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീര കുറിച്ച വളരെ സുന്ദരമായ വാക്കുകളുണ്ട്, എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. KR മീര ഇങ്ങനെയാണ് എഴുതിയത്. ഒരുപാട് കഥയും നോവലുമൊക്കെ എഴുതിയ ആ അനുഗ്രഹീതയായ എഴുത്തുകാരി ചോദിക്കുകയാണ്, കഥയുണ്ടെങ്കിൽ പിന്നെ ഞാനില്ലെങ്കിൽ എന്താണ്? കഥയില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടായിട്ട് എന്താണ്? ആത്മീയതയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ മതമുണ്ടായതുകൊണ്ട്, ഒരു സഭയുണ്ടായതുകൊണ്ട് സത്യത്തിൽ എന്താണ് പ്രയോജനമെന്ന് നമ്മൾ മനസ്സിരുത്തി ധ്യാനിക്കണം. ഒരുപാട് ആവർത്തി കേട്ട് തഴമ്പിച്ച് പോയ വേദഭാഗമാണല്ലോ വിശുദ്ധ വേദപുസ്തകത്തിലെ നല്ല ശമരിയാക്കാരൻ്റെ കഥ. വീണ്ടും ഒരു പുനർവായനയ്ക്ക് ഈ കഥ അതിന് അവസരം നൽകുകയാണ്. നല്ല ശമരിയാക്കാരൻ്റെ കഥയിൽ വഴിയോരത്ത് വീണ് കിടക്കുന്ന മനുഷ്യനെ ആദ്യം കാണുന്നത് ഒരു പുരോഹിതനാണ്. വീണ് കിടക്കുന്നവനോട് അനുകമ്പ കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പൗരോഹിത്യം എനിക്ക് കിട്ടിയിട്ട് എന്താ പ്രയോജനം? ഈ പൗരോഹിത്യത്തിൻ്റെ അനുഗ്രഹീതമായ അംശവസ്ത്രങ്ങളൊക്കെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ധരിച്ചിട്ട് ആ പൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അരൂപി, കാരുണ്യത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, അനുകമ്പയുടെ വാക്കുകളൊന്നും എന്നിൽ നിന്നില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? രണ്ടാമത് വരുന്നത് ഒരു ലേവ്യനാണ്. അയാളെ കൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു ശമരിയാക്കാരനായ മനുഷ്യൻ അതുവഴി വന്ന സമയത്ത് അവനെ കൊണ്ട് പ്രയോജനം ഉണ്ടായി. അഹമില്ലാതായാൽ പിന്നെ ആർക്ക് വേണം ഈ സെൻ എന്ന ആ ഗുരുവിൻ്റെ ചോദ്യവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീര കുറിച്ചത്, കഥയില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടായിട്ട് എന്ത്? കഥയുണ്ടെങ്കിൽ പിന്നെ ഞാനില്ലെങ്കിൽ എന്ത് എന്ന ചോദ്യം ഈ മരാമൺ കൺവെൻഷൻ്റെ യുവവേദിയിൽ വചനം കേൾക്കുന്ന ഓരോ യുവതീ യുവാക്കളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളെ ഉയർത്തേണ്ടുന്ന കാര്യമാണ്. മതമനുഷ്യരെ കൊണ്ട് നമ്മുടെ നാടിങ്ങനെ വല്ലാതെ നിറഞ്ഞിരിക്കുക അല്ലേ? കേരളത്തിൽ മതവിശ്വാസികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റണില്ല. എന്നിട്ട് നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? സങ്കടങ്ങളും കലാപങ്ങളും എല്ലാം ഇങ്ങനെ അരങ്ങ് തകർത്ത് വാണുകൊണ്ടിരിക്കുന്ന കാലാണ്. മതമെന്ന പുറന്തോട് പൊട്ടിച്ച് ആത്മീയതയെന്ന അകക്കാമ്പാണ് മർമ്മപ്രധാനമെന്ന് മതവിശ്വാസികൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാലത്തിലാണ്. എന്തിനാണ് മതം? എന്താണ് ആത്മീയത എന്നൊക്കെ ഒരുപാട് പേര് വല്ലാതെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് മടുപ്പുളവാക്കുന്നുണ്ടോ ഈ മതവും സഭകളും ആത്മീയതയും എന്നൊക്കെ നമ്മളും വീണ്ടും വിചാരം നടത്തണം. എനിക്കിങ്ങനെയാ തോന്നണത്. ജീവിതം കൊണ്ട് സുവിശേഷിക്കാതെ സുവിശേഷം കൊണ്ട് ഞങ്ങളിൽ പലരുമെങ്കിലും ജീവിക്കുന്നതാണോ മതം
മനുഷ്യനും മടുപ്പുളവാക്കുന്നത് എന്നുള്ളതാണ്. സഭയ്ക്ക് വേണ്ടി ആരെങ്കിലും ജീവിക്കണ്ടോ? സഭ കൊണ്ട് ഒരുപാട് പേര് ജീവിക്കണം. ജീവിതം കൊണ്ട് സുവിശേഷിക്കാതെ സുവിശേഷം കൊണ്ട് ജീവിക്കാൻ പോയാൽ പിന്നെ മതബഹുലതയുടെ പശ്ചാത്തലത്തിൽ ഈ ക്രൈസ്തവികതയ്ക്ക് ഒരു സാക്ഷ്യവും ഉണ്ടാകാൻ പോണില്ല. സെൻ കണ്ടെത്തിയാൽ, അഹമില്ലാതായ പിന്നെ സെൻ ആർക്കും ആവശ്യമില്ല. ആത്മീയതയില്ലാതെ പോയാൽ പിന്നെ ഈ മതം കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മുടെ നാട്ടിൽ മനുഷ്യർക്കൊരു കുറവുമില്ല. ഉണ്ടോ? ജനസംഖ്യയിൽ നമ്മളിങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറവ് നല്ല മനുഷ്യർക്കാണ്. ഈ യുവവേദിയിൽ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ചോദ്യം ഉയരുന്നത് നല്ലതാണ്. ഒരുപാട് മനുഷ്യരുള്ള ലോകത്തിൽ ഞാൻ കേവലം ഒരു മനുഷ്യനായിട്ടാണോ മാത്രം ഇരിക്കുന്നത്? അതോ ആ മനുഷ്യർക്കിടയിൽ നിന്ന് ഒരു നല്ല മനുഷ്യനായിട്ട് മാറ്റപ്പെടാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്? ആദ്യം നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് ഇല്ലാതാകണം, എന്നാലേ പറ്റുള്ളൂ. മനുഷ്യർ ഒരുപാട് കാര്യം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വയനാട്ടിലെ മലബാർ ഭദ്രാസനത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ ഇടവകയിലെ ആളുകളെ കാണാൻ വേണ്ടി ഭവന സന്ദർശനത്തിന് ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി കയ്യിൽ മനോഹരമായ റോസാപ്പൂവൊക്കെയായി നിന്ന് എന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. വളരെ സ്നേഹത്തോടെ ചെന്ന് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ആ റോസാപ്പൂ വാങ്ങി അതിനെ കൈമുത്തിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തലക്കെട്ട് തല്ലുന്നൊരു ചോദ്യം അത് ചോദിച്ചു. എന്താണെന്നറിയോ? ഒന്നുമില്ലാതെയാണോ ഇങ്ങോട്ട് വന്നേക്കണേ? സത്യത്തിൽ ഞാൻ ഉരുകിപ്പോയി. കയ്യിലൊരു മിഠായിയൊക്കെ കരുതേണ്ട ബോധം എനിക്കില്ലാതെ പോയി. കുരുന്നു കുഞ്ഞ് തലക്കെട്ട തലയെ കല്ലെത്തി തല്ലി. ഈ ഒരു അപമാനമൊക്കെ ഭാരമൊക്കെ സഹിച്ച് അടുത്ത വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തൊട്ടടുത്ത കടയിൽ നിന്ന് കുറച്ച് മിഠായി വാങ്ങി പോക്കറ്റിലിട്ടിട്ടാണ് പോയെ. പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ മാളത്തിൽ എന്ന് പറയുന്നത് പോലെ. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അതിനേക്കാൾ ചെറുതൊന്ന്, അതിനേക്കാൾ വലിയൊരു റോസാപ്പൂവായിട്ട് കാത്തു നിൽക്കുക. ധൈര്യം സംഭരിച്ചൊക്കെ കയറി ചെന്നു. റോസാപ്പൂ വാങ്ങിയിട്ട് ഇച്ചിരി ചങ്കൊക്കെ വിരിച്ച് പോക്കറ്റിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് അതിന് കൊടുത്തപ്പോൾ അത് ആ ചോക്ലേറ്റിലേക്കൊന്ന് നോക്കി, എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, ഒരു ചോദ്യം ചോദിച്ചു, ഇതാണോ ഉള്ളൂ? സ്നേഹമുള്ളവരെ, കുഞ്ഞുങ്ങൾ മാത്രമല്ല, ലോകമൊക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷയ്ക്കൊത്തൊന്നും ഉയരാൻ പറ്റിയില്ലെങ്കിലും മനുഷ്യനെ നിരാശരാക്കാതിരിക്കാനെങ്കിലും നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. എന്തിനാണ് ഒരുപാട് മതങ്ങളുള്ളൊരു ലോകത്തിൽ നമ്മളിങ്ങനെ ക്രൈസ്തവം സഭയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടുന്നത് ആവശ്യമാണ്. എന്തിനാണ് മതം? എന്തിനാ സഭ? മനുഷ്യന് ആത്മീയതയിലേക്ക് എത്താനുള്ള ഒരു മാർഗദീപം മാത്രമായിരിക്കണം മതം, അല്ലേ? പോൾവാൾട്ട് ചാടുന്ന കായിക താരം തൻ്റെ മുന്നിൽ ഉയർത്തിയിരിക്കുന്ന ബാറിൻ്റെ മുകളിലേക്ക് ഉയരാൻ വേണ്ടി ഒരു ദണ്ഡ് ഉപയോഗിക്കും. ഈ ദണ്ഡ് ഉപയോഗിച്ചാൽ മാത്രമേ ആ കായിക താരത്തിന് ഈ ബാറിൻ്റെ മുകളിലേട്ടൊന്ന് ഉയരാൻ പറ്റുള്ളൂ. ഉയരാൻ എന്ത് വേണം? ഈ ദണ്ഡ് വേണം. ഉയർന്നു കഴിഞ്ഞാൽ ഈ ദണ്ഡ് ഉപേക്ഷിച്ചേ മതിയാ. ഈ ബാറിന് മുകളിലേക്ക് ഉയരാൻ ഈ ദണ്ഡ് ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ ഈ ദണ്ഡ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പരിശുദ്ധ സഭ, സത്യവേദ പുസ്തകം, വിശുദ്ധ കൂദാശകളൊക്കെ മനുഷ്യനെ കുറെ കൂടെ ആത്മീയരാക്കി മാറ്റാനുള്ള
അനുഗ്രഹീതമായ മാർഗമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കുറെ കൂടി കുലീനവും മഹത്വപൂർണവും മനുഷ്യത്വപരവുമായി ജീവിക്കാനുള്ള മാർഗദീപമായി മാറുകയാണ് മതം ചെയ്യേണ്ടത്. മതവിശ്വാസിയുടെ മനസ്സിൻ്റെ ശുദ്ധിയിലാണ് മതത്തിൻ്റെ ശക്തി കുടികൊള്ളുന്നത് എന്ന് തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതലുള്ള തിരുവചനത്തിൽ ഒരു ശമരിയാക്കാരിയുടെ ജീവിതം ഇത് നമ്മളെ വളരെ മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ കുറെ കൂടെ കുലീനതയും മനുഷ്യത്വമുള്ളവരായി മഹത്വമുള്ളവരായി മാറാനുള്ള മാർഗദീപം. ശമരിയക്കാരി സ്ത്രീ കിണറ്റിൻ്റെ കരയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവൾ ആദ്യം യേശുവിനെ വിളിക്കുന്നത് എന്തെന്നാ? ആദ്യമായിട്ട് കേൾക്കണ പോലെ ഉണ്ടല്ലോ, വേദപുസ്തകത്തിലെ കാര്യം നീ എന്നാണ് അല്ലേ? അല്പം പോലും ആദരവില്ലാത്ത നിന്നയുടെ ഭാഷയാണ് അവൾ ആരെ ഉപയോഗിക്കുന്നത്? യേശുവിനെ ഉപയോഗിക്കും. കുറച്ചു നേരം യേശുവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ യേശുവിനെ രണ്ടാമത് വിളിക്കുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? യജമാനനെ എന്നാണ്. കുറച്ചുകൂടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ വാക്ക് വീണ്ടും മാറുകയാണ്. അവൾ പിന്നെ യേശുവിനെ സംബോധന ചെയ്യുന്നത് പ്രഭോ എന്നാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും കർത്താവേ എന്നും മശിഹ എന്നൊക്കെ ആയിട്ട് അവളുടെ ഭാഷയിൽ ഇങ്ങനെ മാറ്റം വരിക. ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഷയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ചെയ്തികൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആത്മശോധന നടത്തേണ്ടുന്ന കാര്യമാണ്. കുറെ കൂടെ മനുഷ്യത്വപരമായി മഹത്വപരമായിട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട കാര്യമാണ് ഭാഷയിലുണ്ടാകേണ്ടുന്ന മാറ്റം, ഭാവത്തിലുണ്ടാകേണ്ടുന്ന മാറ്റം, വേഷത്തിലുണ്ടാകേണ്ടുന്ന മാറ്റം, പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാകേണ്ടുന്ന മാറ്റം. ഇതിനാദ്യം പറഞ്ഞ കാര്യമുണ്ട്, അഹം നമ്മളിൽ നിന്നില്ലാതെ ആകണം. ഞങ്ങളുടെ ഒരു സഹോദര മെത്രാപ്പോലീത്തായുടെ അരമനയിൽ പോയി അവിടുത്തെ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വൈദിക സെമിനാരി പഠിക്കാൻ പോകാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രീ സെമിനാരിയൻസായ കുറച്ച് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ട് ആ കൂട്ടത്തിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ആ പോകുന്നവൻ അവൻ അച്ഛനാകാൻ വന്നവനാണ്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അപ്പം ബാക്കിയുള്ളവരൊക്കെ പിന്നെ കപ്പ്യാരാവാൻ വന്നതാണോ? അച്ഛൻ ഉടനെ പറഞ്ഞ മറുപടി ഉണ്ട്, എൻ്റെ പൊന്നച്ഛ, അവരൊക്കെ വന്നപ്പോഴേ തന്നെ മെത്രാച്ചന്മാരാണ്. പിന്നെ അച്ഛനാവേണ്ട കാര്യം ഇല്ലല്ലോ. പിന്നെ അവരിൽ എന്ത് മാറ്റം ഉണ്ടാവാനാ? ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് എനിക്കും നിങ്ങൾക്കും എന്ത് മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന കാര്യം. ഞാൻ ഈ കുപ്പായൊക്കെ ഇട്ട് നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചോദ്യം അത് തന്നെയാണ്. ദൈവമേ, എന്നെ കാണുന്ന ആരെങ്കിലും പറയോ ഇതാണോ ഒരു മെത്രാച്ചൻ? ഇതാണൊരു മെത്രാച്ചൻ എന്ന് പറയുകയാണെങ്കിൽ അതിലെനിക്ക് അഭിമാനിക്കാൻ പറ്റും. എൻ്റെ സഭയിലെ വിശ്വാസികൾക്ക് ആദരവ് ഉണ്ടാവും. ദൈവത്തെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നൊരു മാറ്റമുണ്ട്.
എൻ്റെ നാട്ടിൽ ഒരു വല്യച്ഛനുണ്ട്, മരിച്ചുപോയി. എന്തൊരാദരവായിരുന്നു ആ നാട്ടിലെ ജനത്തിനെന്നറിയാമോ? മനോഹരമായി കുർബാന ചൊല്ലാനുള്ള ശബ്ദ സൗന്ദര്യം അച്ഛന് ഇല്ലായിരുന്നു. പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാനുള്ള വാക്ചാതുര്യം ഇല്ലായിരുന്നു. പക്ഷേ മനയത്ത് വല്യച്ഛൻ കയ്യിൽ ഒരു റോസാപ്പൂവും പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നടന്നു പോകുന്നത് കണ്ടാൽ മൂക്കറ്റം കുടിച്ച് ബോധരഹിതനായി നിൽക്കുന്ന മനുഷ്യൻ പോലും ഉടുമുണ്ട് അഴിച്ചിട്ട്, അതിൻ്റെ മടിക്കുത്തഴിച്ചിട്ട്, തലയിലെ കെട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് പതുക്കെ അങ്ങോട്ട് മാറി നിൽക്കും. ഒരു മടിയുമില്ലാതെ എൻ്റെ നാട്ടിലെ എല്ലാ മനുഷ്യരും പറയുമായിരുന്നു, ഇതാണ് അച്ഛൻ. പറയോ നമ്മളെ നോക്കിയിട്ട് ഇതാണ് ക്രിസ്ത്യാനിന്ന്? നീയൊക്കെയാണോടാ ക്രിസ്ത്യാനി എന്ന് ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകും. സ്നേഹമുള്ളവരെ, ഓർമ്മിക്കണം, ഒരുപാട് അഹങ്കരിക്കാനായിട്ടൊന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇല്ല. വാഴ വെട്ടിയാൽ വീഴാൻ ഇത്തിരി നേരമെങ്കിലും എടുക്കും. പക്ഷേ എഴുന്നേറ്റ് നിൽക്കുന്ന ഞാനും നിങ്ങളും വീഴാനായിട്ട് അധികം നേരമൊന്നും ആവശ്യമില്ല. ഈ മതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തു മാറ്റാണ് വരുത്തുന്നത് എന്ന് മനസ്സ് നിറഞ്ഞ് ആത്മശോധന നടത്തുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹകരമായിരിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷം ഇല്ല. അടുത്ത നാളിൽ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വേണ്ടി വരികയാണ്. ആ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, തിരുമേനി പറയുന്ന ഒരാൾക്ക് ഞങ്ങളൊരു വീട് വെച്ചു കൊടുക്കാം. ഈ മനുഷ്യരെ നന്നായിട്ട് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരുപാട് ചിലവുള്ള കാര്യമാണ്, നിങ്ങളിപ്പോൾ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, ഞങ്ങളങ്ങനെ തീരുമാനിച്ചതാണ്, അതുകൊണ്ട് ഒരാളെ കണ്ടുപിടിച്ച് തരണം. ഇവരുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ എനിക്കറിയാമായിരുന്നു. ഞാൻ അവരുടെ പേര് പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ അവർക്കൊരു വീട് വെച്ച് കൊടുത്തോളൂ. ഞാനത് പറഞ്ഞു. മാസങ്ങൾ 1-2 കഴിഞ്ഞു, അനക്കമൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ ആൾ എന്നെ വിളിച്ചു, ഇങ്ങനൊരു വീട് തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വീട് വെച്ച് കൊടുക്കാമെന്നേറ്റ മനുഷ്യനെ വിളിക്കുകയുണ്ട്. അയാൾ എന്നോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. തിരുമേനി, പറഞ്ഞ വാക്കിന് മാറ്റമൊന്നുമില്ല. ഇത്തിരി വാഴക്കൃഷി ചെയ്തിട്ടുണ്ട്, ആ വാഴയൊന്ന് വെട്ടിക്കോട്ടെ, ഞങ്ങൾ വീട് വെച്ച് കൊടുത്തോളാം. സ്നേഹമുള്ളവരെ, ഏത്തവാഴയുടെ കൃഷി നടത്തിയാൽ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ? ഏത്തവാഴ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വേറൊരു മനുഷ്യന് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ കിട്ടിയ ദൈവവചനത്തിൻ്റെ വെളിച്ചം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയും. വേറൊരാൾ എന്നെ കാണാൻ വന്നു. ഒരു സാധു മനുഷ്യനെ സഹായിക്കാൻ ഒരു 10,000 രൂപയായിട്ടാണ് വന്നത്. ഇവനെ എനിക്ക് നന്നായിട്ടറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പൈസയൊന്നും വേണ്ട. അവൻ പറഞ്ഞു, ഇത് ഞാൻ മാറ്റിവെച്ചതാണ്. അവൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വയനാട്ടിലെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായിട്ടൊരു കട പോലും ഇല്ല. വഴിയരികിൽ നിന്ന് വാഹനങ്ങൾക്ക് ഗ്രീസ് അടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പൈസ തന്നിട്ട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാ, എനിക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യമില്ലാതാകാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. സ്നേഹമുള്ളവരെ, ബഹുമതങ്ങളുടെ നടുവിൽ ഞാനും നിങ്ങളും
ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഇവിടെ ജീവിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുവിശേഷം കൊണ്ട് ജീവിക്കാതെ ജീവിതം കൊണ്ട് സുവിശേഷിക്കാൻ എനിക്കും നിങ്ങൾക്കും ആവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളായത് എന്തുകൊണ്ടാണ്? തുറച്ചു നോക്കണ്ട, ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയായ? ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ടൊരൊറ്റ ഉത്തരവുള്ളൂ. എൻ്റെ അപ്പനും അമ്മയും ആരായിരുന്നു? ക്രിസ്ത്യാനികൾ ആയിരുന്നു. ഇത് ബൈ ചാൻസ് സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ക്രിസ്ത്യാനിയായി ജനിച്ച ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു നിർവചനം ഇങ്ങനെയാണ്: ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ചാൻസ് ബട്ട് ഇറ്റ് ഈസ് എ ചോയ്സ്. ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു ബൈ ചാൻസിൽ സംഭവിക്കേണ്ടുന്ന കാര്യമല്ല. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തേണ്ടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നതായ കാര്യമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ മഹത്വം കണ്ട് അമ്പരന്നിങ്ങനെ നിൽക്കുക. പറയാറുണ്ട്, ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കിയാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാനായിട്ട് പറ്റും. പക്ഷേ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ മനസ്സ് കാണാൻ നമുക്ക് പറ്റും. ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ആരാധിക്കുക ആരെക്കൊണ്ടും പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സ് കണ്ട് അവനെ അനുധാവനം ചെയ്യാൻ പറ്റുക ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അവിടെയാണ് ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമൊക്കെ നമ്മൾ വഹിക്കുന്നവരായി തീരുക. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോറാൻമാർ ഇഗ്നാത്തിയോസ് അപ്രേൻ രണ്ടാമൻ പാത്രിയക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് ശ്ലൈഹിക സന്ദർശനം പൂർത്തിയാക്കി ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോയത്. പരിശുദ്ധ പാത്രിയക്കീസ് ബാവ തിരുമനസ്സിൻ്റെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചൊരു പ്രാർത്ഥനയാണ്. ബാവ ഇങ്ങനെയാണ് പറയുന്നത്, പ്രാർത്ഥനയല്ല പ്രസ്താവന: ഡോണ്ട് കേഴ്സ് എനിബഡി ഈവൻ ഇൻ ദ നെയിം ഓഫ് ത്രോൺ ഓഫ് അന്തിയോക്ക്. അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പേരിലാണെങ്കിലും ഈ ഭൂമിയിൽ ആരെയും നിങ്ങൾ ശപിക്കാനോ പഴിക്കാനോ പാടില്ല എന്ന് പരിശുദ്ധ സഭയുടെ പ്രാദേശിക തലവൻ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സിൻ്റെ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: ദൈവമേ, ശത്രുക്കളെ നശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളത്. ഇത്ര ശ്രേഷ്ഠമായ ദൈവീക ദർശനാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നതായ ഈ സമൂഹത്തിൽ യേശുവിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനായി സാധിക്കണമെങ്കിൽ ഈ ക്രൈസ്തവ സാക്ഷ്യത്തിൽ തന്നെ അടിയുറച്ച് നിലനിൽക്കാനായിട്ട് സാധിക്കണം. എനിക്ക് തന്നിരിക്കുന്ന സമയം വേഗത്തിൽ കടന്നു പോകുന്നത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ മതങ്ങൾ നിലകൊള്ളുന്നതായി ഈ ഭൂമിയിൽ ഒരു ക്രൈസ്തവ സാക്ഷ്യത്തോടെ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഈ ഭൂമിയിൽ അടയാളപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് പിന്നാലെ വരുന്നവർക്ക് മായ്ച്ചു കളയാൻ വിധത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ശ്രേഷ്ഠകരമായി അടയാളപ്പെടുത്താനായിട്ട് ഈ ജീവിതം കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ്
അതിനേറ്റവും അത്യാവശ്യമായ കാര്യം. 4 ചോദ്യങ്ങൾ ജീവിതത്തോട് ചോദിച്ചാൽ അത് സാധിക്കും. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. നീ മരിച്ചാൽ കരയാൻ ആരുണ്ട്? ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ? രണ്ടാമത്തേത്, നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി മരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? മൂന്നാമത്തേത്, നീ മരിച്ചാൽ ചിരിക്കുന്നവർ ഉണ്ടാവുമോ? നാലാമത്തേത്, നീ ചിരിച്ചാൽ മരിക്കുന്നവർ ഉണ്ടാവുമോ? നീ മരിച്ചാൽ കരയാൻ ആരുണ്ട് എന്നുള്ളത് വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് മാത്രമായിട്ട് നമ്മൾ മാറ്റിവെക്കരുത്. മറിച്ച് സ്വന്തം ജീവിതത്തോട് നമ്മൾ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമായിട്ട് തന്നെ അതിനെ എടുക്കേണ്ടുന്നത് ആവശ്യമാണ്. നീ മരിച്ചാൽ നിന്നെ ഓർത്ത് കരയാനായിട്ട് ആരുണ്ടാകും? ആരെങ്കിലും ഉണ്ടാവുമോ? മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, യു വിൽ ബി ഇൻ യുവർ ആബ്സെൻസ്. നിന്റെ അസാന്നിധ്യത്തിലെ നീ ആരാണ് എന്നുള്ള ചോദ്യം. എൻ്റെ അമ്മ 2 ആഴ്ച മുമ്പ് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ്റെ മോള് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ചാച്ചാ, അമ്മ ഇല്ലാഞ്ഞിട്ട് ഒരു സുഖമില്ല. ഇത് എൻ്റെ അമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. സാന്നിധ്യം കൊണ്ട് ആരെയും സങ്കടപ്പെടുത്താതിരുന്നാൽ അസാന്നിധ്യത്തിൽ അവർ നമ്മളെ ഓർത്ത് സങ്കടപ്പെടും. 2 തരം മനുഷ്യരുണ്ടല്ലോ. ചിലരുടെ സാന്നിധ്യം നമുക്ക് സങ്കടമാണ്, അവരുടെ അസാന്നിധ്യം ആശ്വാസമാണ്, സന്തോഷവും ആശ്വാസമാണ് അല്ലേ? മരിച്ചാൽ നമ്മളെ ഓർത്ത് കരയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവോ? ഉണ്ടാകണമെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിന് ഇത്തിരി ആശ്വാസമായിട്ട് നമ്മൾ മാറണം. എൻ്റെ സമയം വിശദീകരിക്കാൻ എന്നെ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് കടന്നു പോകട്ടെ. രണ്ടാമത്തെ കാര്യം, നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി മരിക്കാൻ ആരെങ്കിലും കാണോ? ഒരുപാട് പേര് കരയുണ്ടല്ലേ. വയനാട്ടുകാരായ ഞങ്ങൾക്ക് വേദനയോടെ പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ മരിച്ച നിങ്ങളാരും കരയണ്ട, ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാതെയെങ്കിലും ഒന്ന് ഇരുന്നൂടെ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പുല്ലുമുറിക്കാൻ പോയി. 3 മണിക്ക് കൃത്യമായി പശുവിനെ കറക്കാറുള്ള അവൻ വന്നില്ല എന്ന അമ്മ അവൻ്റെ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ഉറപ്പിച്ചു തിരുമേനി അവൻ എന്തോ പറ്റിയെന്ന്. പക്ഷേ ഇങ്ങനെ പറ്റുമെന്ന് കരുതിയില്ല. സ്വന്തം അനിയനെ തേടി ചേട്ടൻ ചെന്ന സമയത്ത് പുല്ലുമുറിക്കാൻ കൊണ്ടുപോയ ജീപ്പിൻ്റെ അടുത്ത് നിന്ന് സ്വന്തം അനിയനെ പച്ചയ്ക്ക് കടുവ തിന്നുന്നത് കാണേണ്ടി വന്ന ഒരു ചേട്ടൻ്റെ ദുരവസ്ഥ. ബഹളം വെച്ചപ്പോൾ ആ കടുവ അവനെ എടുത്തോണ്ട് പോയി. കുറെ കൂടി ബഹളം വെച്ചപ്പോൾ അവിടെ ഇട്ടിട്ട് പോയി. കഴിഞ്ഞ ദിവസം അങ്കണവാടിയിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ
കൈക്ക് പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന അപ്പൻ്റെ കയ്യിൽ നിന്നാണ് ആ 4 വയസ്സുകാരി പിഞ്ചു കുഞ്ഞിനെ കടുവ കവർന്നെടുത്തോണ്ട് പോയത്. നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. വീടിനകത്തേക്കാണ് കാട്ടാന ഓടിക്കയറി ഒരാളെ കൊന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ മരിച്ചാൽ നിങ്ങൾ കരയണ്ട. അധികാരിവർഗത്തോട് അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ, കൊലയ്ക്ക് കൊടുക്കരുത് എന്ന് മാത്രം. സ്നേഹമുള്ളവരെ, ഞാൻ കരഞ്ഞാൽ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് ആരെങ്കിലും ഉണ്ടാകണമെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കേട്ട് പഴകിയൊരു കഥയുണ്ടല്ലോ. ഒരു കാക്ക കോഴിയുടെ അടുക്കലേക്ക് വന്നിട്ട് കോഴിയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അല്ലയോ കോഴി, എനിക്കുണ്ട് ചിറക്, നിനക്കുണ്ട് ചിറക്, പക്ഷേ എന്നിട്ടും എന്തേ നീ നിന്റെ ചിറകുകൾ ഉപയോഗിച്ച് എന്നെപ്പോലെ പറക്കാത്തത്? കാക്കയുടെ ചോദ്യം പരിഹാസം നിറഞ്ഞതാണെന്ന് മനസ്സിലായ കോഴി തൻ്റെ കുഞ്ഞുങ്ങളുടെ ചിറകിനടിയിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട്. അല്ലയോ കാക്കേ, എല്ലാ ചിറകും പറക്കാനുള്ളതല്ല. ചില ചിറകുകൾ പരിരക്ഷിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. ചിറകൊക്കെ പറക്കാനാണ്, പക്ഷേ എല്ലാ ചിറകും പറക്കാനല്ല. ചില ചിറകോ പരിരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. ഞാൻ കരഞ്ഞാൽ എനിക്ക് വേണ്ടി മരിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളത് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്, അല്ലേ? മനോഹരമായൊരു അറബി കവിതയുണ്ട്. അതിൻ്റെ ഉള്ളടക്കത്തിലെ 2 വരി എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നീ കരഞ്ഞാൽ നിന്റെ അമ്മ രോഗിയാവും. അല്ല, നീ രോഗിയായാൽ നിന്റെ അമ്മ കരയുമെന്നുള്ളത് നിശ്ചയമാണ്. ശരിയാണ്. എനിക്കിന്ന് രോഗമുണ്ടെന്ന് കേട്ടാൽ ഏറ്റവും ആദ്യം കരയുന്നത് ആരായിരിക്കും? എൻ്റെ അമ്മയാണ്. പക്ഷെ കവിതയുടെ 2ാമത്തെ വരിയാണ് അതിനേക്കാൾ കൂടെ എന്നെ സ്വാധീനിച്ചത്. നീ കരഞ്ഞാൽ രോഗിയാവുന്നവനാണ് നിന്റെ അപ്പൻ എന്നുള്ളത്. ഞാൻ രോഗിയായ എൻ്റെ അമ്മ കരയുന്നത് എനിക്ക് കാണാൻ പറ്റും, പക്ഷേ ഞാൻ കരഞ്ഞാൽ എൻ്റെ അപ്പൻ രോഗിയാവുന്നത് എനിക്കൊരു പക്ഷേ കാണാൻ പോലും പറ്റൂല. വേഗത്തിൽ പറയട്ടെ. 3ാമത്തെ ചോദ്യം: നീ മരിച്ചാൽ ചിരിക്കുന്നവർ ഉണ്ടാകുമോ? ഇത്തിരി കഠിനാണത്, അല്ലേ? ഒരിക്കൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്കൊരു ഫോൺ കോൾ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എടുത്തത്. ഫോൺ വിളിച്ച ആൾ ചോദിച്ചു, DYSP സാറ് അവിടെ ഉണ്ടോ? അവളുടെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവാണ് അദ്ദേഹം, അയാൾ ഇന്നലെ മരിച്ചുപോയി, ക്ഷമിക്കണം. ഫോൺ കട്ട് ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ വിളിച്ചിട്ട് ചോദിച്ചു, DYSP സാറുണ്ടോ, ഒന്ന് ഫോൺ കൊടുക്കൂ. ഭാര്യ വിഷമത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് ഇന്നലെ മരിച്ചുപോയി. ഫോൺ കട്ട് ചെയ്തു. 3ാമതും 4ാമതും അയാൾ വിളിച്ചിട്ട് ചോദിച്ചു, DYSP സാറുണ്ടോ, ഫോൺ കൊടുക്കൂ. അപ്പോൾ അയാളുടെ ഭാര്യ വേദനയോടെ ദേഷ്യത്തോടെ പറഞ്ഞു, എൻ്റെ സാറ് DYSP മരിച്ചുപോയി. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് വീണ്ടും വീണ്ടും എന്ന് ചോദിച്ചപ്പോൾ ഫോൺ വിളിച്ച ആൾ പറഞ്ഞ വാക്ക് കേൾക്കണം. എന്താ പറഞ്ഞെന്നോ? മാഡം ക്ഷമിക്കണം, DYSP മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു സുഖം, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിളിച്ച്. വെറുതെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പരിഹസിക്കാൻ നിൽക്കണ്ട. ഞാൻ ആ കഥ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് തോന്നിയത്: ദൈവമേ, എന്നെങ്കിലും
ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നോ സ്തേഫാനോസ് മെത്രാപ്പോലീത്ത കാലം ചെയ്തു എന്ന് കേൾക്കാൻ വല്ലാത്ത സുഖമെന്ന്? ചിരിക്കണ്ട, പേര് മാറ്റി നിങ്ങളുടെതൊന്ന് വെച്ചാൽ മതി. നീ മരിച്ചാൽ ചിരിക്കുന്നവർ ഉണ്ടാകും. അവസാനത്തേത്, നീ ചിരിച്ചാൽ മരിക്കുന്നവർ ഉണ്ടാകും. അത് ജീവിതത്തിൽ കുറേ കൂടെ കഠിനമായ കാര്യമാണ്. മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നൊരു പരിപാടി മലയാളികളിൽ പലരും കണ്ടിട്ടുണ്ടാകും. അതിൽ പങ്കെടുത്ത അനുഗ്രഹീത കലാകാരന്മാർ ജീവനും ദിലീപുമൊക്കെ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോൾ മഞ്ജു പിള്ള വിധികർത്താവായി വന്നിട്ട് പറഞ്ഞു, പിറകിലേക്ക് തിരിഞ്ഞു നോക്കും. ബമ്പർ ബസർ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് പറഞ്ഞ മഞ്ജു പിള്ള അടുത്ത നിമിഷം പൊട്ടിക്കരഞ്ഞ് ക്ഷമ പറഞ്ഞു. എന്തായിരുന്നു കാര്യം? അവർ രണ്ടുപേരും അന്ധരായിരുന്നു. സ്നേഹമുള്ളവരെ, ലോകത്തിലെല്ലാവർക്കും ഒന്നും ചിരിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. സമയപരിധിയിൽ ഞാൻ പറയാൻ മുഴുവൻ നിന്നാൽ സമയം തികയില്ല. അവസാനിപ്പിക്കുക. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വിട്ടിട്ട് ഇന്നലെ കണ്ടവൻ്റെയും ഇന്നലെ കണ്ടവളുടെയും പിന്നാലെ പോയിട്ട് നീ ചിരിക്കുന്ന സമയത്ത് നിൻ്റെ ചിരിയുടെ മുന്നിൽ മരിച്ചു മരവിക്കുന്ന അപ്പനും അമ്മയും ഉണ്ടെന്ന് മറന്നു പോകരുത്. വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിൽ സ്വന്തം ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചിട്ട് പണ്ടെങ്ങോ പരിചയപ്പെട്ടവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ ചിരിയുടെ മുന്നിൽ മരിക്കുകയാണെന്നും മറന്നു പോകരുത്. സോഷ്യൽ മീഡിയയിൽ എന്തു എഴുതിയാൽ ആരും ചോദ്യം ചെയ്യാനില്ല എന്ന് കരുതി മറ്റുള്ളവരെ തേജോവധം ചെയ്ത് പോസ്റ്റുകളിട്ട് പലതും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നീ ചിരിക്കുമ്പോൾ കരയുന്ന മരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് മറന്നു പോകരുത്. പരിഹാസം എന്ന് പറയുന്നത് കേവലം ഒരു ഹാസ്യമൊന്നുമല്ല, അത് ജീവിതത്തിൻ്റെ ചില നിലപാടുകൾ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ടുന്നത് ആവശ്യമാണ്. സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ സ്നേഹമുള്ളവരെ, ജനിക്കുമ്പോൾ നമുക്കൊക്കെ ശ്വാസമുണ്ടാകും. മരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് വിശ്വാസമെങ്കിലും ഉണ്ടാകണം. മരിച്ചു പോകുന്നവരാരും നശിച്ചു പോവുകയല്ല, മറിച്ച് തിരിച്ചു പോവുകയാണ്. ആത്മാവ് എവിടെ നിന്നാണോ വന്നത് ആ ദൈവ തിരുസന്നിധിയിലേക്കുള്ള തിരികെ പോക്കാണ് മരണമെന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. സെൻ സ്വന്തമാക്കാൻ അഹമില്ലാതായാൽ മതി. അഹമില്ലാതായാൽ പിന്നെ സെൻ എന്തിനാണ് എന്ന ചോദ്യം. ഞാനില്ലെങ്കിൽ, കഥയുണ്ടെങ്കിൽ പിന്നെ ഞാനില്ലെങ്കിൽ എന്ത്? ഞാനുണ്ടെങ്കിൽ കഥയില്ലാതെ പോയാൽ പിന്നെന്ത് കാര്യമെന്ന ചോദ്യമൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിയണം. ആത്മീയതയില്ലാതെ മതമുണ്ടായിട്ട് ഒരു പ്രയോജനവും ഇല്ല. ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം ജീവിതത്തിൽ എന്തു മാറ്റമുണ്ടായി എന്ന് മനസ്സിരുത്തി ധ്യാനിക്കുക. ഈ ഭൂമിയിലെ ജീവിതം വെറുതെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകാനല്ല, മറിച്ച് അടയാളപ്പെടുത്തി തന്നെ കടന്നു പോകണം. 4 ചോദ്യങ്ങൾ ചോദിക്കണം. നീ മരിച്ചാൽ നിന്നെ ഓർത്ത് കരയാൻ ആരുണ്ടാകും? 2, നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി മരിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ? 3, നീ മരിച്ചാൽ ചിരിക്കുന്നവർ ഉണ്ടാകുമോ? 4, നീ ചിരിച്ചാൽ മരിക്കുന്നവർ ഉണ്ടാകുമോ? ഏറ്റവും അവസാനം, ജനിച്ചപ്പോൾ ശ്വാസമുണ്ടെങ്കിൽ മരിക്കുമ്പോൾ ഇത്തിരി വിശ്വാസം സ്വന്തമാക്കി ക്രൈസ്തവ സാക്ഷ്യം
ഈ സമൂഹത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മർത്തോമ സഭയുടെ എല്ലാ യുവജനങ്ങൾക്കും ശക്തി നൽകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ഈ ബഹുമത സമൂഹത്തിനുള്ളിൽ ക്രൈസ്തവ സാക്ഷ്യം പ്രസംഗിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ജീവിച്ച് കാണിക്കുവാൻ തക്കവണ്ണം, മതപരിവർത്തനമല്ല മറിച്ച് മതവിശ്വാസികളുടെ മനപരിവർത്തനം തന്നെ നടക്കുവാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എന്നെ ഇതിനായി ക്ഷണിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ച് വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.